ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാദേശുമായിട്ട് നാളെ ആരംഭിക്കുന്നു T20 സീരീസ്. അതെ, നാളെ മുതൽ ക്രിക്കറ്റിന്റെ ചില കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ ചില താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീരീസ് ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിവ് തെളിയിക്കുന്നതോടൊപ്പം തന്നെ കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രീതി പിടിച്ചുപറ്റാനും ഇവർക്ക് ലഭിക്കുന്ന മികച്ച അവസരങ്ങൾ തന്നെയാണിത്. അങ്ങനെയുള്ള ചില താരങ്ങളുണ്ട്, അവരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിന് കീഴിൽ യുവതാരങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള ടീമിനെ തന്നെയാണ് T20 സീരീസിനായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, രോഹിത് ശർമ്മയും അതുപോലെ തന്നെ കിങ് വിരാട് കോഹ്ലിയും T20യിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പിന്നീടുള്ള T20 പരമ്പരകളിൽ പുതിയ കോച്ചിന് കീഴിൽ, പുതിയ ക്യാപ്റ്റന് കീഴിൽ പുതിയൊരു സ്റ്റൈലിലാണ് ഇന്ത്യ T20 കളിച്ചിട്ടുള്ളത്. അത് പ്ലേയിങ് 11-ലായിക്കോട്ടെ അല്ലെങ്കിൽ സ്ക്വാഡിലായിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിലും വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഗംഭീറിന്റെ പുതിയ ഇന്ത്യൻ ടീമാണ്. ഏതായാലും ടെസ്റ്റ് ടീമിലെ നിർണായക സാന്നിധ്യമായിട്ടുള്ള താരങ്ങൾക്കെല്ലാം ഈ ഒരു T20 സീരീസിൽ ഇന്ത്യ വിശ്രമം നൽകിയിട്ടുണ്ട്. ഇതാണ് കൂടുതൽ യുവതാരങ്ങൾക്കും പുതുമുഖങ്ങൾക്കുമെല്ലാം പരമ്പരയിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. ഏതായാലും ഇവരിൽ ചില താരങ്ങളെ ഗൗതം ഗംഭീറും അതുപോലെ തന്നെ ഇന്ത്യൻ സെലക്ടർമാരും കൂടുതൽ ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള താരങ്ങൾ ആരൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ഈ ഒരു പരമ്പരയിൽ ലഭിക്കുന്ന അവസരങ്ങൾ നന്നായിട്ട് മുതലെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ അവസരങ്ങളും ഇവരെ തേടി എത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന് തീർച്ചയായിട്ടും മയങ്ക് യാദവാണ്. അദ്ദേഹത്തിന് പ്ലേയിങ് 11ലേക്ക് അവസരം ലഭിക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടതെന്ന് അറിയണം. ഏതായാലും അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതുമുഖ ഫാസ്റ്റ് ബോളറായിട്ടുള്ള മയങ്ക് യാദവ് ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ഒരു താരം തന്നെയാണ്. കഴിഞ്ഞ IPL-ലൂടെ അരങ്ങേറിയിട്ടുള്ള താരമാണ് അദ്ദേഹം. LSGക്ക് വേണ്ടി നടത്തിയ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ മയങ്ക് യാദവ് കയ്യടി നേടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ IPL-ലൊക്കെ കണ്ടതായിരുന്നു. ഏതായാലും 150 കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ തുടർച്ചയായി പന്തെറിഞ്ഞതോടുകൂടിയാണ് അദ്ദേഹം എല്ലാവരിലേക്കും വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്ലെയർ തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡി. കഴിഞ്ഞ IPL-ലെ മറ്റൊരു കണ്ടെത്തലാണ് യുവ സ്വിംഗ് ബോളറായിട്ടുള്ള ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി എന്ന് നമുക്ക് പറയാൻ കഴിയും. IPL-ലെ എമർജിംഗ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താരമായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി. ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരിക്കുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഒരു വലിയ അവസരം തന്നെയാണ് മുമ്പിലുള്ളത്. ഹർഷിത് റാണ, ഇന്ത്യൻ പേസ് ബോളിംഗിലെ ഭാവി പ്രതീക്ഷകളിൽ ഒരാളായിട്ട് ഹർഷിത് റാണ മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IPL-ൽ KKR-ന് വേണ്ടി അദ്ദേഹം നടത്തിയ മിന്നുന്ന പ്രകടനം നമ്മളെല്ലാവരും വിസ്മയിപ്പിച്ചതാണ്. ഏതായാലും ഈ 3 താരങ്ങളാണ് തീർച്ചയായിട്ടും പുതുമുഖങ്ങളായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് പരങ്ങേറിയിട്ടുള്ളത്. സഞ്ജു സാംസണിന് മുമ്പിലും ഓപ്പണറായിട്ട് അദ്ദേഹം ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷകളോട് തന്നെ നമ്മൾ മലയാളി ആരാധകർ പ്രത്യേകിച്ചും കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു 3 താരങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ഭാവി പ്രതീക്ഷകളാണ്. ഇവർക്കാർക്കൊക്കെ ഈ ഒരു സീരീസിൽ പൊളിച്ചെടുക്കാൻ സാധിക്കും, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ 3 താരങ്ങളിലും ഗൗതം ഗംഭീറിലും അതുപോലെ തന്നെ ഇന്ത്യൻ സെലക്ടർമാരിലും വലിയ പ്രതീക്ഷകൾ തന്നെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.